ഇന്ന് ഞാൻ ഇഞ്ചി നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഇഞ്ചി നടുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെ ഇഞ്ചി നടണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ പയറുണ്ടായ സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പുല്ല് പിടിച്ച് മഴയൊക്കെ പെയ്തപ്പോൾ നിറച്ച് പുല്ലായി. അപ്പോൾ അത് നമുക്കൊന്ന് വെടുപ്പാക്കി നല്ല വൃത്തിയാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ആക്കട്ടെ. സ്ഥലം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അടിവളം വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ചാണം കൊടുക്കാം. പക്ഷെ ഞാനിതിൽ കൊടുക്കുന്നില്ല, കാരണം നന്നായിട്ട് വളമുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ പേരിൽ. വേണ്ട ഒക്കെ വളമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, കുറച്ച് കരിയിലാണ് ഇടുന്നത് കേട്ടോ. കരിയിലിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പിന്നെ മണ്ണിടാനും മറ്റേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിവളമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാണം കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കാത്തത് വളമുള്ളതിൻ്റെ പേരിലാണ്. എന്തായാലും അടിവളം കൊടുക്കണം കേട്ടോ, ചാണം കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ചാണും ചാരം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെ കംപ്ലീറ്റ് ഇഞ്ചി മുളകളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി നടാം. ഈ ഇഞ്ചി വണ്ണം കുറവാണെന്നുള്ളത് വേണ്ടത് നമ്മുടെ നാടൻ ഇഞ്ചിയാണ്, വരവിഞ്ചിയല്ല, ഇത് നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ ഇതിനാണ് ആരോഗ്യം കാലത്തൊക്കെ കൂടുതലുള്ളത് നമ്മുടെ നാടൻ ഇഞ്ചിക്ക്. അതാണ് ഞാൻ നടുന്നത് കേട്ടോ. അപ്പോൾ ഈ നടണ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ മണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നടാം. അപ്പം നിങ്ങൾ ഇതിലിപ്പോൾ ഞാൻ അടിവളമായിട്ട് ചാണം കൊടുത്തിട്ടില്ല, നിങ്ങൾ നടുമ്പോൾ കൊടുത്തോളൂ. ഞാനിവിടെ വളം കൂടുതലുള്ളതിൻ്റെ പേരിലാണ് അടിവളം കൊടുക്കാഞ്ഞത് കേട്ടോ, കരയിൽ മാത്രം ഇട്ടത്. അപ്പം നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, അടിവളം കൊടുത്തോളൂ. ഇനി ഇത് കഴിഞ്ഞ് ഞാനിനി ഒരു പ്രാവശ്യം കൂടി ചെയ്യുള്ളൂ, 2 പ്രാവശ്യം എനിക്ക് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ വിത്ത് നടുകയാണ് ഇതാട്ടാ. ഓരോന്നും വെച്ചെടുക്കുക, ഏതാണ്ട് ഒരു അടി വെച്ച് കൊടുക്കുക. നമ്മളൊരു 12 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ്, ഒരു അടി ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ നടുന്നത് കേട്ടോ. പടന്ന് വരുമ്പോൾ അതായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി നട്ട് കഴിഞ്ഞു കേട്ടോ, അതാണ് ഇഞ്ചി നട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ ഇതിങ്ങനെ തൂപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ തൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെക്കുന്നത് കൊന്നര തൂപ്പാണ് വെക്കുന്നത്, ചീമക്കൊന്നര കേട്ടോ. അപ്പം എന്താണ് അതിപ്പോഴും വെക്കുന്നത് അലിഞ്ഞു പോണ തൂപ്പുകളായിരിക്കണം, കാരണം മുളച്ച് പൊന്തരുത് കേട്ടോ. അപ്പോൾ ഈ ഇതേമാതിരി വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളമാവും ചെയ്തു. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാ, കൂമ്പ് വരുന്നതിന് നല്ലതാണ്. അതേമാതിരി ചെയ്യാം. തൂപ്പുകൾ നല്ലതാണ് ഇങ്ങനെ വരുന്നത്. ഇട്ടു ഇതാടാ. അപ്പം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിപ്പോൾ ഇതിലൊരു വളം കൊടുത്താൽ നിങ്ങളൊരു വളം കൂടി കൊടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു മുളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചാണും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വളം ഞാൻ കൊടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതിൽ വളം കൂടിയതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു അടിവളം ചാണപ്പൊടി കൊടുത്തോളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഒരു ചാക്കിലും കൂടി നടന്നുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇത് ഗ്രോ ബാഗാണ് കേട്ടോ എൻ്റെ, കാരണം ഗ്രോ ബാഗിൽ നടന്ന ആൾക്കാരാണെങ്കിൽ ഗ്രോ ബാഗിൽ നടന്ന അതല്ല. ഇത് ഞാൻ ചാക്ക് പകുതി മുറിച്ചിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അവിടെ നിന്ന് കാലിയായിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ, ഇഞ്ചി നടുന്നത്. അപ്പോൾ ഗ്രോ ബാഗിലും ഇത് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ടെറസിൻ്റെ മേലെ വയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങളപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ. അപ്പോൾ അതും ചെയ്യുന്നത് ഞാൻ ഈ കരയിലാണ്. അപ്പോൾ കരയിൽ നിങ്ങൾക്ക് കിട്ടാൻ മാർഗ്ഗമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കരയിലിടാണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കരയിലിടണമെന്ന് തന്നെ നിർബന്ധമൊന്നും ഇല്ല. അതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എല്ലാത്തിലും കരയിലിടുന്നുണ്ട്. അപ്പോൾ കരയിലിടണമെന്ന് പൂർണ്ണമായിട്ട് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നല്ല മണ്ണുള്ളത് ഇട്ടാൽ മതി. മണ്ണിടുമ്പോൾ അടിവളം കൊടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതെ ചാണപ്പൊടിയും ഇതും കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. ഞാനിതിലിടുന്നില്ല, ഇതിൽ മണ്ണിന് വെള്ളമുള്ളതിൻ്റെ പേരിൽ ഇതാ നമുക്ക് മുളച്ചതിന് ശേഷം നല്ല ഇതിലായതിനു ശേഷം കൊടുക്കാം കേട്ടോ. വേറെ വളം കൂടി ചാണാണ് ഇതിന് വേണ്ടത് കേട്ടോ. എപ്പോൾ കൊടുക്കുകയാണെങ്കിലും ചാണം കൂടി കൊടുത്തോളൂ. അടിവളം എന്തായാലും ചാണായിട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്കിനി ഞാൻ എല്ലാം ചെയ്യുമ്പോൾ ചാക്കിലും വെക്കും, എല്ലാത്തിലും വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് ഗ്രോ ബാഗിൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൽ പകുതി ഇട്ടാൽ മതിട്ടാ, കാരണം നമുക്ക് വളം ഇടേണ്ടതാണ്. അപ്പം വളം ഒരു പ്രാവശ്യം വളം ഇട്ടതിന് ശേഷമല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം ആ ഗ്യാപ്പ് നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പം അതിൻ്റെ പേരിൽ ഇതിലും ഒരു 2 കടയാണ് നടന്നുള്ളൂ കേട്ടോ. 2 മതി.
ഇനി നമുക്ക് കുറച്ച് ദിവസം ഇത് പൊടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ചാണകം ചാരും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗിനെ നിറച്ച് വെക്കും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ കൂർക്ക നട്ടിട്ടുണ്ട്, നമ്മുടെ മധുരം കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇതേമാതിരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ഞാൻ വലിയ ചാക്കാണ് ഞാൻ വെച്ചിരിക്കുന്നതേ. അപ്പൊ ഇനി ഇത് ഒന്നും കൂടി വലുതാവുമ്പോൾ ഇതിനെ തന്നെ മടക്കി വെച്ചും കൊണ്ട് ഞാൻ വീണ്ടും ചെയ്യും. അപ്പൊ എനിക്ക് ഒരു ചാക്കിൽ 2 ഫലം കിട്ടും. അടിയിൽ നിന്നും കിട്ടും, മേലെ നിന്നും കിട്ടും. അതേമാതിരിയാണ് ഞാൻ കൂർക്ക നട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇഞ്ചി കൃഷിയുടെ രീതിയിലാണ്. നല്ല വിളവുകൾ കിട്ടും ചെയ്യും. കാരണം എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കും അതേമാതിരി ഉണ്ടാവട്ടെ. എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരണം. എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്നത് ഓരോ ചെടിയിലും വെച്ചും കഴിഞ്ഞിട്ട് ഓരോ കുടുംബത്തും പച്ചക്കറികൾ നമ്മൾ പുറമേ നിന്ന് മേടിക്കാതെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്.